ഹലോ, ഇന്ന് എൻ്റെ വെയിറ്റ് ലോസ് ജേണിയുടെ 6ാമത്തെ ദിവസമാണ്. ഇന്നും ഞാൻ സക്സസ്ഫുള്ളി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള ടോപ്പിക്ക് വെയിറ്റ് സ്റ്റക്കാണ്. അതിന് വേറെ പറയുന്നത് വെയിറ്റ് പ്ലാറ്റു എന്നാണ്. ഇതൊരു നോർമൽ ഒരു കണ്ടീഷനാണ്. നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഡയറ്റ് എടുക്കുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഭാരം കുറയുന്നില്ല, സെയിമായിട്ട് തന്നെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് വെയിറ്റ് സ്റ്റക്ക് എന്ന് പറയുന്നത്. ഇത് വരാനുള്ള കുറച്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് വരും. പിന്നെ നമ്മൾ ആ പുതിയൊരു കാലറി ഡെഫിസിറ്റുമായിട്ട് നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കാം. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഫസ്റ്റ് നമുക്ക് കുറയുന്നത് വാട്ടർ ലോസ് ആണ്, പിന്നെയാണ് ഫാറ്റ് എന്ന് പറയുന്നത്. അത് കുറച്ച് കുറയാനായിട്ട് കുറച്ച് പാടുപെടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു കണ്ടീഷനാണ്. പിന്നെ മസിൽ കുറയുക, അപ്പോൾ നമ്മുടെ മെറ്റബോളിസം പെട്ടെന്നൊന്ന് സ്ലോ ആവും. അങ്ങനെയും ഈ വെയിറ്റ് സ്റ്റക്ക് ഉണ്ടാവാം. പിന്നെ ഞാൻ ചീറ്റ് മീൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മൾ കാലറി അധികം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ വെയിറ്റ് സ്റ്റക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കാലറി എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം എന്നും, ചീറ്റ് മീൽ എടുക്കുമ്പോൾ അത് അതനുസരിച്ച് എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതും ഇതിനൊരു റീസണാണ്. പിന്നെ ഗേൾസിനൊക്കെ ആണെങ്കിൽ ഹോർമോൺസ് ഇങ്ങനെ ചേഞ്ച് ആവും, അതനുസരിച്ചും ഇങ്ങനെ വെയിറ്റ് സ്റ്റക്ക് ചെയ്യാം. പിന്നെ ഉറക്കക്കുറവുണ്ടാവാം. പിന്നെ നമ്മൾ ഒത്തിരി വെള്ളം കുടിച്ചു, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരുപാട് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ വെയിറ്റ് സ്റ്റക്ക് ഉണ്ടാവാം. ഇത് നമ്മൾ ഡെയിലി ഒരേ ടൈപ്പ് ഓഫ് എക്സസൈസ് തന്നെയാണ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ വെയിറ്റ് സ്റ്റക്ക് വരാം. ഇതെല്ലാം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇതിനെ നമുക്കിനി എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. എക്സസൈസിൽ ചേഞ്ചസ് കൊണ്ടുവരാം. നമ്മുടെ മസിൽ വളർത്താനുള്ള എക്സസൈസ് ചെയ്യുക, HIIT വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഒരു 3 to 4 വീക്സ് നമ്മളിങ്ങനെ എക്സസൈസിൻ്റെ പാറ്റേൺ ഇങ്ങനെ മാറ്റിക്കൊണ്ട് വരുമ്പോൾ ഇതൊന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡയറ്റിൽ മാറ്റം വരുത്തുക. ഒരു 100 മുതൽ 200 കാലറി വരെ ഒന്ന് കുറയ്ക്കുക. പ്രോട്ടീൻ കൂടുതൽ ചേർക്കുക എന്ന് വെച്ചാൽ മുട്ട, പയർ, ചിക്കൻ, അങ്ങനെ കുറച്ച് പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളത് കഴിക്കുക. പാക്കേജ് ഫുഡ്, പഞ്ചസാര, അതൊക്കെ അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. അതെല്ലാം മാക്സിമം ഒഴിവാക്കുക. പിന്നെ പോർഷൻ കൺട്രോൾ ചെയ്യുക. നമ്മളിപ്പോൾ ഓൾറെഡി പോർഷൻ കൺട്രോളാണ്, കുറച്ചും കൂടെ ഒന്ന് പോർഷൻ കൺട്രോൾ ചെയ്ത് എടുക്കുക. പിന്നെ റെസ്റ്റ് എടുക്കുക. ഞാൻ അതിനൊരു വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ. റെസ്റ്റ് എന്തുകൊണ്ട് നമ്മൾ എടുക്കണം എന്നുള്ള കാര്യം എൻ്റെ എക്സ്പീരിയൻസും കൂടി ചേർത്ത് ഞാൻ അത് പറയുന്നതാണ്. പിന്നെ വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഷീൻ മാത്രമല്ല നോക്കേണ്ടത്, ഇഞ്ചസ് ലോസും കൂടി നോക്കണം. അപ്പോൾ അതിലും കൂടിയാണ് വെയിറ്റ് ലോസിൻ്റെയും വെയിറ്റ് സ്റ്റക്കിൻ്റെയും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇത്രയേ ഉള്ളൂ വെയിറ്റ് സ്റ്റക്കിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ ബാക്കിയുള്ള വീഡിയോസിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.